നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ രേഖകളെല്ലാം SITയുടെ മേശപ്പുറത്തെത്തിയിരിക്കണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക രേഖകൾ ദേവസ്വം ബോർഡിനോട് അന്വേഷണ സംഘം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രേഖകൾ കാണാനില്ല, കിട്ടുമ്പോൾ തരാം എന്നൊക്കെ പറഞ്ഞ് ഒളിച്ചു കളിക്കുകയായിരുന്നു ദേവസ്വം ബോർഡ്. സഹികെട്ട് SIT ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപിൽ രേഖകൾ വിട്ടുകിട്ടുന്നില്ല എന്ന് തുറന്നടിച്ചു. തൊട്ടടുത്ത നിമിഷം ഹൈക്കോടതി വാളെടുത്തു, ദേവസ്വം ബോർഡിനെ നിർത്തിപ്പൊരിച്ചു. എന്തൊക്കെ രേഖകളാണോ SIT ആവശ്യപ്പെട്ടിരിക്കുന്നത് അതെല്ലാം ഉടൻ എത്തിക്കണമെന്ന് കോടതി കട്ടായം ഉത്തരവിട്ടു. തൊട്ടു പിന്നാലെ ഇപ്പോൾ ദേവസ്വം ബോർഡല്ല, മന്ത്രി വാസവൻ തന്നെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് രേഖകൾ ഹാജരാക്കാമെന്ന്. ഇതുവരെ ഇല്ലാതിരുന്ന രേഖ, അതായത് രേഖകൾ കാണാനില്ല എന്നായിരുന്നു ദേവസ്വം ബോർഡ് പറഞ്ഞത്. അപ്പോൾ കാണാതിരുന്ന ഈ രേഖകൾ ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നാണാവോ കിട്ടിയത്? വലിയ ഉഡായിപ്പുമായിട്ടാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊള്ളയുടെ കൂടുതൽ അന്വേഷണത്തിലേക്കാണ് SIT കടന്നിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ചില നിർണായക രേഖകൾ SIT ആവശ്യപ്പെട്ടത്. പക്ഷേ ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ട് ഈ രേഖകൾ കൈമാറാതിരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡ്. കോടതിയിൽ നിന്ന് നല്ല ഒന്നാം തരം അടി കിട്ടിയതോടുകൂടി ഇപ്പോൾ തന്നെ എത്തിച്ചേക്കാമെന്ന് മന്ത്രി വാസവൻ തുറന്നടിച്ചു. 1998-99 കാലത്ത് ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂരയടക്കം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട രേഖകളായിരുന്നു അന്വേഷണ സംഘം തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നിട്ടും ഇത് കൈമാറാതെ ദേവസ്വം ബോർഡ് അങ്ങേയറ്റത്തെ അഹങ്കാരമാണ് കാണിച്ചത്. ഇതോടെ രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു. മുന്നറിയിപ്പ് പലതവണ കൊടുത്തു. എന്നിട്ടും ഒരു കുലുക്കവും ഇല്ലാതിരുന്നതോടുകൂടിയാണ് SIT കോടതിയിൽ ഈ വിവരം കൈമാറിയത്. ഹൈക്കോടതി അറിഞ്ഞങ്ങിറങ്ങിയതോടെ ഇപ്പോൾ കൊമ്പത്തൂന്ന് താഴെ ഇറങ്ങിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. സാവകാശം ഇനി നൽകാനാകില്ല എന്ന് SIT പലതവണ ദേവസ്വം ബോർഡിനോട് പറഞ്ഞിരുന്നു. അതായത് ഈ രേഖകൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ തരാം, നാളെ തരാം, പിന്നെ തരാം എന്നൊക്കെയായിരുന്നു ദേവസ്വം ബോർഡ് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. ഇനി സാവകാശം നൽകാൻ കഴിയില്ല എന്ന് അന്വേഷണ സംഘം എക്സിക്യൂട്ടീവ് ഓഫീസറെയും ദേവസ്വം കമ്മീഷണറെയും അറിയിക്കുകയും ചെയ്തിരുന്നു. വിജയ് മല്യ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ കാലത്ത് ഈ ജോലികളുടെ ചുമതല ദേവസ്വം മരാമത്ത് വിഭാഗത്തിനായിരുന്നു. ഈ ഫയലുകളാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. മഹസർ അടക്കമുള്ളവയും ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില ഫയലുകൾ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നാണ് ദ്വാരപാലക ശില്പപാളികളിലടക്കം പൂശിയ സ്വർണത്തിന്റെ അളവ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചത്. ഇവ പ്രത്യേക അന്വേഷണ സംഘത്തിന് വിജിലൻസ് കൈമാറിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള മറ്റ് രേഖകളാണ് പുതുതായി SIT ആവശ്യപ്പെട്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താനായില്ല എന്നായിരുന്നു മറുപടി കൊടുത്തത്. ഇതിനായി എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ദേവസ്വം കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഇവർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സന്നിധാനത്തും ആറന്മുളയിലും ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും രേഖകൾ ലഭിച്ചില്ല. ഇതോടെ രേഖകൾ നശിപ്പിച്ചു എന്ന സംശയങ്ങളും ഉയർന്നു വന്നിരുന്നു. എന്നാൽ അന്വേഷണ സംഘം ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. SIT ഇത് അംഗീകരിച്ചതുമില്ല. തുടർന്ന് SIT ഇപ്പോൾ ഹൈക്കോടതി വഴി ഒരു നീക്കം നടത്തിയപ്പോഴാണ് കാണാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന രേഖകളൊക്കെ എത്രയും പെട്ടെന്ന് എത്തിക്കാമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞത്. അതായത് കോടതി കടുത്ത വിമർശനമായിരുന്നു ഉയർത്തിയത്. പണി കിട്ടും എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ദേവസ്വം മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടതും രേഖകൾ ഹാജരാക്കാമെന്നും പറഞ്ഞത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരട്ടിമറിയും ഇതിന് പിന്നിൽ നടക്കില്ല. അന്വേഷണ സംഘം കൃത്യമായ എല്ലാ വിവരങ്ങളും അപ്പോൾ തന്നെ ഹൈക്കോടതിയെ അറിയിക്കുന്നുമുണ്ട്. ഇനിയും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് കാണാനില്ല, തരാനില്ല എന്നൊക്കെ വീണ്ടും ദേവസ്വം ബോർഡ് ഉഡായിപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതി ചെവിക്ക് പിടിക്കും. ആ ഓർമ്മയുണ്ടായിരിക്കണം. എന്തായാലും ഇപ്പോൾ മന്ത്രി വാസവൻ തന്നെ റിപ്പോർട്ടുമായി ഓടിയിട്ടുണ്ട് SIT ഓഫീസിലേക്ക്. വലിയ കാര്യം. സാധാരണ എന്തെങ്കിലും ഒരു അന്വേഷണം വന്നാൽ ഈ സർക്കാരിനോട് ഫയലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആവശ്യപ്പെട്ടാൽ ഒന്നെങ്കിൽ ഇടിവെട്ടിപ്പോകും, അല്ലെങ്കിൽ മിന്നലേറ്റ് കത്തിപ്പോകും, അതും അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാകും, കെട്ടിടം തകരും. ഇങ്ങനെ പല കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കാറുള്ളത്. ഇത്തവണ പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. രേഖകൾ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യമാണത്. കാരണം ഇന്നത്തെ എന്തെങ്കിലും ഒരു രേഖ പോലും ചോദിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന കേരളത്തിന്റെ ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. നശിപ്പിച്ച് കളയുന്ന കേരളത്തിന്റെ ഭരണകൂടം. അപ്പോൾ പിന്നെ 98-99 കാലത്തെയൊക്കെ രേഖകൾ തരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. സർക്കാരിന് നേരെ ഈ ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതും.
എന്തായാലും അയ്യപ്പൻ തുണച്ചു ഇടിവെട്ടിപ്പോയില്ല എന്നാണ് പരിഹാസം സർക്കാരിന് നേരെയും ദേവസ്വം ബോർഡിന് നേരെയും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് 8ന്റെ പണികളാണ് ഇനി വരും ദിവസങ്ങളിൽ കിട്ടാനിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം SIT തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെയും ഉൾപ്പെടെ തൂക്കിയെടുക്കാനുള്ള ഉത്തരവ്, അനുമതിയും സ്വാതന്ത്ര്യവും SITക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ആ നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. വരും ദിവസങ്ങളിൽ പല നിർണായകമായ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ള വിവരവുമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിനിടെ കേരളം തിരക്കിക്കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരനായ ഒരു കൽപേഷിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. അങ്ങനെ ഒരാൾ ഉണ്ടോ ഇല്ല എന്നൊക്കെയുള്ള തരത്തിൽ പല അഭ്യൂഹങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിരുന്നു. പക്ഷേ കൽപേഷിനെ കണ്ടെത്തിയിട്ടുണ്ട്. ചെന്നൈയിലെ സ്വർണ്ണക്കടയിലെ ജീവനക്കാരനാണ് കൽപേഷ്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പാക്കറ്റ് വാങ്ങി ബെല്ലാരിയിൽ ഗോവർദ്ധന് എത്തിച്ചു നൽകിയത് കൽപേഷ് തന്നെയാണ് എന്നയാൾ മൊഴി കൊടുത്തിട്ടുണ്ട് പോലീസിന്. 31 വയസ്സുകാരനായ കൽപേഷ് രാജസ്ഥാൻ സ്വദേശിയാണ്. 13 വർഷമായി ചെന്നൈയിലെ സ്വർണ്ണക്കടയിൽ ജോലി ചെയ്തു വരികയാണ്. ജെയിൻ എന്നയാളാണ് കൽപേഷ് ജോലി ചെയ്യുന്ന സ്വർണ്ണക്കടയുടെ ഉടമ. ഉടമയുടെ നിർദ്ദേശം അനുസരിച്ച് താൻ പല സ്ഥലങ്ങളിലും നിന്ന് സ്വർണവും മറ്റു ഉരുപ്പടികളും എടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കാറുണ്ട് എന്ന് കൽപേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു പേര് കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്, ജെയിൻ. ഇയാൾക്ക് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. സ്വർണ്ണക്കൊള്ളയിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നാണ് കൽപേഷ് പറഞ്ഞിരിക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നും കൽപേഷ് പറയുന്നുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ ഇയാൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യും, ഇവരുടെ മൊഴിയെടുക്കും എന്നുള്ള കാര്യങ്ങൾ SIT വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അന്വേഷണത്തിന്റെ 3ാം ഘട്ടത്തിലേക്കാണ് SIT കടന്നിരിക്കുന്നത്. ഈ 3ാം ഘട്ടം എന്ന് പറയുന്നത് നിർണായകമാണ്. അത് സർക്കാരിനും CPMനും അതിനിർണായകമാണ്. കാരണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്കാണ് അന്വേഷണത്തിന്റെ 3ാം ഘട്ടം കടന്നിരിക്കുന്നത്. SIT ആ രീതിയിലാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. നമുക്കറിയാം, ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം നീളുമ്പോൾ അത് പാർട്ടിക്ക് കുരുക്കുണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം ദേവസ്വം ബോർഡിൽ കയറി കൂടിയിരിക്കുന്നവരെല്ലാം CPMന്റെ ആൾക്കാരാണല്ലോ. കൊള്ള നടത്തുന്നതിന് വേണ്ടി CPMകാരെയാണ് ഇവിടൊക്കെ നിയമിച്ചിരിക്കുന്നത്. അതുവഴി വലിയ കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് SITക്കും ബോധ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3ാം ഘട്ട അന്വേഷണം അത് വരും ദിവസങ്ങളിൽ സർക്കാരിനും CPMനും നെഞ്ചിടിപ്പുണ്ടാക്കുന്നത് തന്നെയാണ്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് തലയൂരാൻ നോക്കിയിട്ട് ഒരു വഴിയും നടക്കുന്നില്ല. കാരണം ഹൈക്കോടതി നേരിട്ടിറങ്ങിയിരിക്കുന്ന കേസാണിത്. കഴിഞ്ഞ ദിവസം SIT ഉദ്യോഗസ്ഥർ മുരാരി ബാബുവിനെയും പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ ഇരുവരിൽ നിന്നും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ കൊടുക്കുന്നത് എന്തൊക്കെയോ പുറത്തേക്ക് വന്നിട്ടുണ്ട്. PS പ്രശാന്ത് ഇപ്പോൾ AKG സെന്ററിൽ പോയി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. തന്നെ പൊക്കിക്കൊണ്ട് പോകുമോ എന്നൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന PS പ്രശാന്തിൻ്റെയൊക്കെ ഒരു പേടി. ശബരിമലയിലെ മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവുമൊക്കെ ഇപ്പോൾ അടിമുടി വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ വീടുകളിലേക്ക് അന്വേഷണ സംഘം എപ്പോഴാണ് എത്തുന്നത് എന്നുള്ളതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. മറ്റൊരു കാര്യം, 2019 ഈ കൊള്ള നടക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം മന്ത്രി. അപ്പോൾ മന്ത്രിയുടെ വീട്ടിലേക്കും എത്തുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കും. തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുകയാണ്. വിശ്വാസികൾ ഇളകും. CPMന് കാരണം പൊട്ടുന്ന അടി കിട്ടുകയും ചെയ്യും. 2019-25 കാലഘട്ടത്തിലെ ദേവസ്വം പ്രസിഡന്റുമാർക്കെതിരെയുള്ള അന്വേഷണമാണ് ഇനി ശക്തമാകാൻ പോകുന്നത്. ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്, 2019 പ്രസിഡന്റായിരുന്ന A പത്മകുമാർ എന്നിവരുൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായാൽ അറസ്റ്റ് ഉണ്ടാകും. അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പത്മകുമാറിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് SIT നോട്ടീസ് നൽകാൻ പോകുന്നത്. 2019 മുതലല്ല, 30 കൊല്ലത്തെ പ്രവർത്തനങ്ങളിൽ അന്വേഷണം വേണമെന്നായിരുന്നു സർക്കാരും CPMും ആവശ്യപ്പെട്ടത്. ഇത് ചിലരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു. എന്നാൽ ഹൈക്കോടതിയാണ് 2019 മുതലുള്ള അന്വേഷണം ആദ്യം നടക്കണം എന്ന് കട്ടായം പറഞ്ഞത്. ഇതോടുകൂടിയാണ് സർക്കാരിന്റെ പരിപ്പിളകിയത്. പിണറായിയുടെ ഭരണത്തിൽ കൊള്ള നടന്നു എന്ന് തെളിഞ്ഞാൽ വിശ്വാസികൾ സർക്കാരിനെ മറിച്ചിടും, പാർട്ടിയെ കൂട്ടത്തോടെ അടിച്ചോടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.